അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നോമ്പ് കാലത്ത് അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് നന്മകളുണ്ട്. അത്തരം ചില നന്മകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണപാനീയങ്ങളിൽ മിതത്വമില്ലായ്മ എന്നത് ഭക്ഷണം കഴിക്കുന്നിടത്തും ഉപയോഗിക്കുന്നിടത്തും ഒരുപോലെ ബാധകമാണ്. പരിശുദ്ധ റമളാനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ. എന്നാൽ റമളാൻ സുഭിക്ഷമായി ആഹരിക്കേണ്ട മാസമാണോ? ഭക്ഷണപാനീയങ്ങൾ മിതത്വം പാലിക്കുക എന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ എല്ലാ മാസത്തേക്കുമുള്ള അധ്യാപനമാണ്. പിന്നെ വിശുദ്ധ റമളാൻ്റെ കാര്യം അത് പറയേണ്ടതില്ലല്ലോ. എന്നാൽ മനസ്സും ശരീരവും വ്രതമനുഷ്ഠിക്കേണ്ട റമളാനിൽ ഭക്ഷണപാനീയങ്ങളിൽ മിതത്വം പാലിക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കണം. മനുഷ്യൻ നിറയ്ക്കുന്ന പാത്രങ്ങൾ വെച്ച് ഏറ്റവും മോശമായത് അവൻ്റെ വയറാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന് നാം അടിവരയിടേണ്ടതുണ്ട്. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുകയും വയറ് നിറയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണ തളികയിൽ നിന്ന് കൈവലിക്കുകയും ചെയ്യുന്ന മുൻഗാമികളുടെ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് പലപ്പോഴും നാം വാചാലരാകാറുണ്ട്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാനാകാത്ത അമൂല്യ വസ്തു തന്നെയാണ് സമയം. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് പരിശുദ്ധ റമളാനിൽ നമുക്ക് ഒഴിവ് സമയങ്ങൾ ലഭിക്കുന്നത് സാധാരണയാണ്. ആവശ്യത്തിലധികം ഉറങ്ങിയും അനാവശ്യ വിനോദങ്ങളിൽ ഏർപ്പെട്ടും സമയം വെറുതെ പാഴാക്കി കളയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞേകിയ വിലപ്പെട്ട ആയുസ്സാണ് നാം പാഴാക്കുന്നെന്ന സത്യം നാം തിരിച്ചറിയാതെ പോകരുത്. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാതെ പോയ ഓരോ സെക്കൻഡിനെ കുറിച്ചും ഖിയാമത്ത് നാളിൽ മനുഷ്യൻ ഖേദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സമയത്തെക്കുറിച്ച് നാം ബോധവാന്മാരായേ പറ്റൂ. പ്രത്യേകിച്ച് ഓരോ നന്മകൾക്കും സാധാരണയേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന വിശുദ്ധ റമളാൻ മാസത്തിൽ അല്പം കൂടി നന്മ അധികരിപ്പിച്ചിരുന്നുവെങ്കിൽ തനിക്കിതിനേക്കാൾ വലിയ സ്ഥാനം ലഭിക്കുമായിരുന്നല്ലോ എന്ന് സ്വർഗാവകാശികൾ പോലും നാളെ ഖേദിക്കുമെങ്കിൽ അറിയാതെ പോകരുത് ഈ സമയത്തിൻ്റെ മൂല്യത്തെ. അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കുക എന്നത് അഭിമാനത്തിൻ്റെ സിമ്പലായി പുതിയ കാലത്ത് മാറിയോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. അത്താഴം പോലും കഴിക്കാതെയാണ് ഞാൻ നോമ്പെടുത്തതെന്ന് മേനി പറയുന്നത് ഇടയ്ക്കൊക്കെ കേൾക്കാറുമുണ്ട്. എന്തിനാണ് സാധാരണ നിലയിൽ അത്താഴം ഒഴിവാക്കുന്നത്? അതിനുള്ള കാരണം നേരത്തെ ഉണരാനുള്ള മടി തന്നെയാണ് അധികം ആളുകൾക്കും. ചെറുക്കെല്ലാം ആ സമയത്ത് ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മയും കഴിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതെല്ലാം അത്താഴം കഴിക്കുക എന്ന മഹത്തായ സുന്നത്തിനെ നഷ്ടപ്പെടുത്തി കളയാൻ കാരണമാക്കണോ സഹോദരങ്ങളെ? നിങ്ങൾ അത്താഴം കഴിക്കൂ, തീർച്ചയായും അതിൽ ബറക്കത്തുണ്ടെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒരു തുള്ളി വെള്ളം കുടിച്ചെങ്കിലും ആ ബറക്കത്ത് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അഥവാ ഭക്ഷണത്തോട് എത്ര വിരക്തിയുള്ളവനും ഒരു തുള്ളി വെള്ളം കുടിച്ചുകൊണ്ട് ആ പുണ്യം നേടാൻ കഴിയും. റമളാൻ മാസത്തിൽ മാത്രം ലഭിക്കുന്ന ആ നന്മയെ ഒഴിവാക്കാൻ മാത്രം വലുതാണോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നേരത്തെ ഉറക്കം? അത്താഴത്തിന് എഴുന്നേൽക്കാതിരിക്കൽ വലിയ പാവമായി കണ്ടിരുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. മഗ്രിബ് ജമാഅത്ത് നിസ്കാരം പലർക്കും റമളാൻ നഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. അതിൽ പലരും 11 മാസക്കാലം ഒരു മുടക്കവും വരുത്താതെ ജമാഅത്ത് നിസ്കാരം ജീവിതത്തിൽ ശീലമാക്കി കൊണ്ടുവന്നവരായിരിക്കും. വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുകയും പിന്നീട് വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കുകയും ചെയ്യുകയാണ് അത്തരക്കാരുടെ പതിവ്. പ്രത്യേക നേട്ടമൊന്നുമില്ലാതെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം ഇന്നേ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയൂ. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ജമാഅത്ത് പരിശുദ്ധ റമളാനിൽ നാം വെറുതെ കളയണോ എന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടെ നാം നോമ്പ് തുറ ആരംഭിക്കുകയാണ്. ബാങ്കിൻ്റെ വാക്കുകൾക്ക് നാം ജവാബ് കൊടുക്കാറുണ്ടോ പ്രിയമുള്ളവരെ? പലതും നാം കേൾക്കാറ് പോലുമില്ലാതെ എന്നതാണ് വാസ്തവം. എന്നാൽ ബാങ്കിന് ജവാബ് കൊടുക്കൽ സുന്നത്തും അത് ഒഴിവാക്കൽ കറാഹത്തുമാണെന്ന് നാം അറിയാതെ പോകരുത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നിരവധി സമയങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് നോമ്പുകാരൻ്റെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. പ്രഭാതം മുതൽ പ്രദോഷം വരെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ച് നോമ്പെടുത്ത വിശ്വാസി നോമ്പ് തുറക്കാൻ നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയാൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കും. എന്നാൽ നോമ്പ് തുറക്കാനുള്ള തിരക്കുകൾക്കിടയിൽ നാം അത് ശ്രദ്ധിക്കാറില്ല എന്നതാണ് വാസ്തവം. 2 വർഷം മുമ്പ് കണ്ണൂരിലെ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുമിച്ചുകൂടി തുറക്കുകയാണ്. ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മഹല്ല് കാരണവർ വരികയും അദ്ദേഹം ദുആ ചെയ്യാൻ ഒരു ഉസ്താദിനെ ക്ഷണിക്കുകയും ചെയ്തു. ഉസ്താദ് വന്ന് ഫാത്തിഹ ഓതി
ദുആ ചെയ്യുകയും നോമ്പ് തുറക്കാനായി ഒരുമിച്ച് കൂടിയവർ ആമീൻ പറയുകയും ചെയ്തു. അതിനെക്കുറിച്ചൊരു സുഹൃത്ത് പറഞ്ഞത് അവിടെ സ്ഥിരമായി തുടർന്നു വരുന്ന ഒരു രീതിയാണത്രേ അത്. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ്. എന്തുകൊണ്ടോ ഇത്തരമൊരു പ്രവർത്തനം നമ്മുടെ നാടുകളിൽ കാണാറില്ല എന്നതാണ് സത്യം. ചുരുക്കത്തിൽ നമ്മുടെ നീറുന്ന പ്രശ്നങ്ങൾ നമുക്ക് സ്വന്തമായെങ്കിലും കൈ ഉയർത്തി ചോദിക്കാമല്ലോ. മഗ്‌രിബിന്റെ മുമ്പ് ഒറ്റയായും കൂട്ടമായും തസ്ബീഹ് ചൊല്ലുന്ന സമ്പ്രദായം പരമ്പരാഗതമായി കേരള മുസ്ലിങ്ങൾ നിലനിർത്തി പോകുന്ന ഒന്നാണ്. കൊച്ചുനാളിൽ പോലും അതിനൊരു വീഴ്ച വരുത്താൻ മാതാപിതാക്കൾ സമ്മതിക്കാറില്ല. നാട്ടിൻ പുറത്തെ പള്ളികളിൽ കുട്ടികളും വലിയവരും ഒന്നിച്ചിരുന്നത് ഭംഗിയായി നിർവഹിച്ചു പോന്നിരുന്നു. എന്നാൽ സ്ഥിരമായി തസ്ബീഹ് നിലനിർത്തി വന്നിരുന്ന പള്ളിയിൽ പോലും റമദാൻ മാസത്തിൽ അങ്ങനെ ഒരു ശീലം കാണാൻ കഴിയുന്നില്ല. ഭക്ഷണ തലികയ്ക്ക് മുമ്പിൽ മൗനികളായിരിക്കുന്ന കാഴ്ചയാണ് അത്തരം പള്ളിമുറ്റങ്ങളിൽ കാണാറുള്ളത്. നിങ്ങളുടെ നാവിന് പറയൽ എളുപ്പമായതും എന്നാൽ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമേറിയതുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രണ്ട് വാക്കുകളാണ് നമ്മുടെ മുൻഗാമികൾ പതിവാക്കി വന്ന തസ്ബീഹ്. അതായത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന രണ്ട് വാക്കുകൾ. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയ്ക്കുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഖുർആൻ പാരായണത്താൽ സമ്പന്നമായിരുന്നു ഭൂതകാലത്തെ ആ സമയങ്ങൾ. എന്നാൽ റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള സമയമായാണ് പലർക്കും ഇന്ന് ആ സമയം ചെലവഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് അലസരായി കിടന്നുറങ്ങുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്തരം ശ്രേഷ്ഠമായ സമയങ്ങൾ റമദാനിൽ പ്രത്യേകിച്ച് നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ നാം ജാഗ്രത പുലർത്തണമെന്ന് പ്രത്യേകം എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാൻ മാസത്തെ പൂർണ്ണമായും ധന്യമാക്കാൻ, പരിപൂർണമായി നോമ്പെടുക്കാൻ, ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.